തമ്പുരാനേ ബുദ്ധിയും ശക്തിയും സമുദ്ര സമൃദ്ധിയും ഇന്നീലേക്കും പകരണമേ. ബുദ്ധിയും ശക്തിയും സമുദ്ര സമൃദ്ധിയും ഇന്നീലേക്കും പകരണമേ. Welcome to the felicitation function and cultural events organized by Shanti Yoga Center in Alameda. It's pleasure to have you all here today. First, I would like to warmly welcome our esteemed chief guest, Dr. Chloe Sabrina Tech from the UK. Your presence truly makes this event special. Welcome, ma'am, and thank you for joining us. I also extend my heartfelt congratulations and welcome to the champions being honored today. Respected Surendran sir, Ajit Master and Shala sir. Your achievements are truly inspiring. We are also grateful to have Sajeev Kumar sir, teacher, Redmond High Secondary School, Kutikattur, Shamsuddin sir, former secretary of Walkers Club, S.I. Matthew sir, Shanti Yoga coordinator Majid sir, Rajashekharan sir, retired professor, Arts College, and Ahalya ma'am, retired nursing super, with us today. A warm welcome to you all. A special welcome and best wishes to all the talented performers taking part in today's cultural program. Finally, I extend a heartfelt welcome to all Shingokai Karate Shanti Yoga members and their families gathered here. Have a wonderful time and enjoy the event. Also, I welcome Shanti Yoga Director Jini Sir for the presidential address. Thank you. ആദ്യം തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ചീഫ് ഗസ്റ്റ് ക്ലോ മാം തന്നെ അവരുടെ പ്രസൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശാന്തി യോഗയുടെ ക്ലാസ്സിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. പറയാം കാരണം അവർ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ക്ലാസ്സിലേക്ക് വന്നു. മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാം ഡോക്ടറാണ്. ഇവിടെ നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിൽ റിസർച്ചിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ക്യാൻസറിലേക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആയിട്ടുള്ള ആളുകളെ കുറിച്ച് റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നതാണ്. പിന്നെ നമ്മളെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മാം ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ ക്ലാസ്സിൽ വരികയും ക്ലാസ് എൻജോയ് ചെയ്യുകയും മാത്രമല്ല ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടർഫുൾ പെർഫോമൻസ് ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അക്രോബാറ്റിക് യോഗാസിലൊക്കെ നമുക്ക് ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യോഗ അലയൻസ് ഇന്റർനാഷണൽ സ്കൂളാണ് ശാന്തി യോഗ. നമ്മളെ ഭാരത സംസ്കാരത്തിന്റെ ഇത്രയും മൂല്യമായ സമ്പത്ത് നമ്മള് വിദേശികൾ അത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ്. നമുക്ക് ശരിക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ അവർ ഭംഗിയായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ്. പിന്നെ ഈ ഒരു 45-50 ഡേയ്സ് നമ്മൾ റിസർച്ചിന്റെ ഭാഗമായിട്ട് വന്നിട്ട് ഒരു രാവിലെയും വൈകുന്നേരം അവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നുള്ളതാണ്. നമുക്ക് ആർക്കും സാധിക്കും. അത്രയും പങ്ക്ച്വൽ ആയിട്ടാണ് ഇവര് ഇത്രയും പ്ലാൻ ചെയ്ത് പ്രോഗ്രാം ചെയ്യുന്നത്. അത് നമുക്കൊരു വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇന്നത്തെ ഈ പ്രധാന സദസ്സ് 4 ദിവസം കൊണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏറ്റവും സന്തോഷകരമായ നിമിഷം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് അനുമോദന ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ അജിത് സാറാണ്. ഇന്ന് ഇന്ത്യയിൽ തന്നെ 10 പേരടങ്ങുന്ന ഒരു യോഗ പെർഫോമർ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട അംഗം കൂടിയാണ്. അദ്ദേഹത്തെ കുറിച്ച് വാക്കുകളില്ലാത്ത കോഴിക്കോട് ഏത് മത്സര രംഗത്തും അദ്ദേഹം കൃത്യമായ രീതിയിൽ ഒരു പരിശീലന പദ്ധതി തുടങ്ങുമ്പോൾ ഒരു മത്സരമായിട്ട് യോഗ മുന്നോട്ട് വന്ന സമയത്ത് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ശരിയായ അടുക്കും ചിട്ടയുടെ കൂടെ ഈ ഒരു പദ്ധതിയിൽ മുന്നോട്ട് വരികയും മാത്രമല്ല നിരവധി സ്റ്റുഡൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചടങ്ങുകൾ പദ്ധതികളുമായി അദ്ദേഹം മുന്നോട്ട് വരുന്ന ആൾ കൂടിയാണ്. വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും ചിന്തിക്കാത്ത രീതിയിൽ ഇന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇത്ര ചിട്ടയായ രീതിയിൽ ഭംഗിയായിട്ട് പരിശീലന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു
വളരെ ദുർലഭമാണ് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ സംസ്ഥാന ഇന്റർനാഷണൽ യോഗ ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹം ഗോൾഡ് മെഡൽ ഗോവയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഗോൾഡ് മെഡൽ വാങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ സ്പോർട്സ് യോഗ അസോസിയേഷന്റെ പ്രോഗ്രാമിൽ വളരെ മനോഹരം അദ്ദേഹം ഗോവയിൽ വെച്ച് നടന്ന മത്സരത്തിൽ, ജാർഖണ്ഡിൽ വെച്ച് വന്ന മത്സരത്തിൽ 3ാം സ്ഥാനം. കാരണം ബംഗാളും അതുപോലെ തന്നെ നല്ല ഹാർഡായിട്ടുള്ള ടീമുകളെ മുന്നിൽ മാറ്റി വെച്ചിട്ട് 3ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാസ്റ്റേഴ്സിന്റെ പറഞ്ഞാൽ ഇപ്പോൾ നല്ലൊരു എല്ലാ തരത്തിലും ഷട്ടിൽ ബാഡ്മിന്റൺ അതുപോലെ തന്നെ വെയിറ്റ് ലിഫ്റ്റിംഗ് നമ്മൾ മാത്യു സാർ അതിൽ അംഗമായിരുന്നു. അദ്ദേഹം പിന്നെ ഡ്യൂട്ടി കാരണം ലേറ്റ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരം വെയിറ്റ് ലിഫ്റ്റിങ്ങിലൊക്കെ എല്ലാ മേഖലയിലുള്ള നല്ല മികവ് പുലർത്തുന്ന ഒരു വെറ്റൽസിന്റെ ഒരു ചടങ്ങാണ് മാസ്റ്റേഴ്സിന്റെ. അതിൽ അദ്ദേഹം ഫസ്റ്റ് ആണ്. ബഹുമാനപ്പെട്ട സുരേന്ദ്ര സാറ് 2ാം സ്ഥാനം വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഭാഗ്യം എന്ന് വെച്ചാൽ ശാന്തി യോഗയിലെ കുട്ടികളെ പ്രധാനമായിട്ട് മുതിർന്നവരായാലും കുട്ടികളായാലും യാതൊരു മടിയും കൂടാതെ പ്രോത്സാഹിപ്പിക്കാൻ കൃത്യമായ ഒരു പ്ലാനിങ് വെച്ച് നമുക്കുള്ള ട്രെയിനിങ് തരാൻ വേണ്ടി അവരുടെ എത്താറുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ ഇതൊരു ചെറിയ ചടങ്ങായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇതൊന്നുമല്ല അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കേണ്ടത്. കാരണം അത്രയും പ്രയത്നം, കാരണം ഇവിടെ 10ഉം 12ഉം ദിവസം യാത്ര പോയിട്ടാണ് അദ്ദേഹം പിന്നെ ഓരോ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. യാതൊരുവിധ പ്രോത്സാഹനവും നമ്മളിവിടുന്ന് അസോസിയേഷൻ കുറ്റപ്പെടുത്തുകയല്ല. കാരണം നാഷണൽ ചാമ്പ്യൻഷിപ്പ് ട്രിവാൻഡ്രത്ത് ബഹുമാനപ്പെട്ട പിണറായി സാർ ഉദ്ഘാടനം ചെയ്ത പരിപാടി വളരെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ടെങ്കിലും ഒരു പ്രാതിനിധ്യം വഹിച്ച ഒരാള് കേരളത്തിനോടനുബന്ധിച്ച് 10 ദിവസത്തെ ക്യാമ്പും കാര്യങ്ങളും ഒത്തിരി ട്രെയിൻ ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന നമ്മുടെ ഷഹല ഫാത്തിമ എനിക്ക് തോന്നുന്നു ഷഹലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും എടുത്തു പറയുന്ന ഷഹലയുടെ ആ ഒരു പെരുമാറ്റമാണ്. യോഗയിൽ ഇത്ര എളിമയോടുകൂടി ഓരോ കാര്യങ്ങളും ഭംഗിയായിട്ട് ഇവിടെ മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്, നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്. അതിൽ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ നല്ല പെർഫോം ചെയ്ത ആളാണ്. ഒരുപാട് മെഡൽ വാരിക്കൂട്ടി. എനിക്ക് തോന്നുന്നു പിന്നെ നേരിട്ടൊരു സർക്കാർ ജോലിക്ക് കൊടുക്കാൻ ഷഹലയ്ക്ക് ചാൻസ് ഉള്ള ആളാണ്. അപ്പൊ ഇത് ഒരു ചെറിയ ചടങ്ങായിട്ട് നമുക്ക് നടത്താൻ നമ്മുടെ മെമ്പർമാർ കൂടി വളരെ ചുരുങ്ങിയ, കാരണം ഞാൻ എന്റെ പ്രദേശവാസികളെ ക്ഷണിച്ചിട്ടില്ല. കാരണം നമ്മുടെ മെമ്പർമാർ തന്നെ ശാന്തിയുടെ കുടുംബാംഗങ്ങൾ ഓൺലൈനിലും ഓഫ്ലൈനിലുള്ള ആളുകളൊക്കെ ഒത്തിരി പേരുണ്ട്. Good evening, everyone. Thank you for having me here today. It's really lovely to join and be part of this beautiful celebration of all the fantastic yoga and meditation and sports that Jinesh and his team put on here. I've really loved coming to the classes, and it's really inspiring to see how many young people as well are competing and taking part in the yoga. And I just want to wish them all the best and encouragement for all of their studies going forward and all of their yoga, because I truly think that with yoga you can help. It's not just your physical, but it's also your mental health, and it can help you concentrate and succeed. So I wish all of the children all the best, and I just want to say thank you again for everyone for having me here. രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ അജിത് മാഷെ വിളിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.
ഈ ആദരവും അഭിനന്ദനവും അനുമോദനവും വളരെയധികം സന്തോഷം നൽകുന്നു. കൂടാതെ ഇതൊരു വലിയൊരു ഉത്തരവാദിത്വം ആയി തോന്നിയിരിക്കും. കാരണം ഞാൻ യോഗൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ കൂടുതൽ പഠിക്കുവാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയാണ്. ഇങ്ങനെയൊക്കെ തരുന്നവർ നമുക്ക് ഉത്തരവാദിത്വം കൂട്ടാൻ ചെയ്തു. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും. കുറേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ കഴിയട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥന എനിക്ക് പ്രിയമുള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, അമ്മമാരെ, കൊച്ചുകുഞ്ഞുങ്ങളെ, സുഹൃത്തുക്കളെ, ഈ ഒരു നിമിഷമെന്ന് പറയുന്നത് ആഹ്ലാദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, മനം നിറഞ്ഞ് തുളുമ്പിയ ഒരു നിമിഷമാണ്. കാരണം നമ്മൾ മത്സരിക്കുന്നതിലപ്പുറം ആ മത്സരത്തിൽ നിന്ന് കിട്ടുന്ന ആനന്ദത്തിൻ്റെ ഒരു പറയാൻ പറ്റാത്തൊരു സന്ദർഭമാണ് ഈ ശാന്തി യോഗ. ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് തന്നെ ഈ പ്രദേശത്തെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു സൽപ്രവൃത്തിയാണ് എന്നാണ് എനിക്ക് പറയുന്നത്. കാരണം ഇന്നത്തെ ഈ ഘട്ടകാലത്തിൽ ഒരുപാട് നമ്മുടെ മനുഷ്യരെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളെല്ലാവരും യോഗ അഭ്യസിക്കുന്ന ആളുകളാണ്. അപ്പോൾ യോഗയിൽ നമ്മൾ സത്യം, പിന്നെ ജീവിതത്തിലുടനീളം നമ്മൾ സത്യം അതുപോലുള്ള കാര്യങ്ങളൊക്കെ പരിപാലിക്കണമെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോ ദിവസവും നമ്മുടെ വാർത്തകളിൽ നമ്മൾ കാണുന്ന അതിക്രൂരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ആളുകളും യോഗ അഭ്യസിക്കാൻ സമയം വൈകിപ്പോയി എന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഇങ്ങനൊരു എനിക്കിവിടെ ഗോൾഡ് മെഡൽ കിട്ടിയതിന് ശേഷം ആദ്യമായിട്ട് അനുമോദനം കിട്ടുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ജിനീഷ് സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ കോളേജിൽ യോഗ ഡേക്ക് സാറ് വന്നിട്ടുണ്ടായിരുന്നു, അന്നൊരു സെഷൻ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നായിരുന്നു സാറിനെ ഫസ്റ്റ് ആയിട്ട് കണ്ടതും. പിന്നെ ഞങ്ങൾക്ക് ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റിയുടെ കോമ്പറ്റീഷന് വരുമ്പോൾ സാറായിരുന്നു ഞങ്ങൾക്ക് കോച്ചിങ് തന്നത്. അതുപോലെ തന്നെ ഒരു ദിവസം അജിത്തേട്ടനും ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കോച്ചിങ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ജിനീഷ് സാറിനെ കാണുന്നതും ഇവിടുന്ന് ഞങ്ങൾക്ക് കോച്ചിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ചെറിയ മക്കളോട് ഇനി ഇവിടെ നല്ല എക്യുപ്മെന്റ്സ് ഉണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സാറായാലും നല്ല കോച്ചിങ് തരും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഓരോ മത്സരങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും പങ്കെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങിന് വിളിച്ചതിന് നന്ദി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ശാന്തി യോഗയുടെ ആചാര്യൻ കൂടിയായ ജിനീഷ് സാർ, നമ്മുടെ മുഖ്യാതിഥിയായ ഡോക്ടർ ക്ലോ, അതേപോലെ തന്നെ ഇവിടെ അവാർഡ് വിന്നറായ നമ്മുടെ അജിത് സാർ, സുരേന്ദ്രേട്ടൻ, ഷഹല ഫാത്തിമ, മറ്റ് വേദിയിലിരിക്കുന്നവരെ, മറ്റ് യോഗ അഭ്യസിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, നമുക്കറിയാം നമ്മുടെ നിത്യജീവിതം നമുക്ക് വളരെയധികം പ്രശ്നങ്ങളും ആകുലതകളും എല്ലാം അടങ്ങിയതാണ്. അത്തരമൊരു സന്ദർഭത്തിലാണ് നമുക്ക് യോഗ അഭ്യസിക്കണം എന്നുള്ള, യോഗ അഭ്യസിക്കുമ്പോൾ നമുക്ക് ഒരു മാനസികമായിട്ടുള്ള ഉല്ലാസം ലഭിക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് യോഗ എന്ന് പറയുന്നത്. യോഗ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എന്നും ദിനചര്യയാക്കി മാറ്റേണ്ടതാണ്. സാർ എന്നും പറയാറുണ്ട്, നിങ്ങൾ യോഗ നിങ്ങൾ നിത്യവും അഭ്യസിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ദിവസത്തെ ജീവിതം തന്നെ, ആ ദിവസത്തെ ദിനങ്ങൾ തന്നെ വളരെയധികം സന്തോഷപ്രദമാവും. അത്രയും ഞാൻ മോർണിംഗ് ബാച്ചിലെ ഒരാളാണ്. അപ്പോൾ നമ്മുടെ മോർണിംഗ് ബാച്ചിൽ ഇവിടെ എത്തുമ്പോൾ തന്നെ ആ 1 മണിക്കൂർ ഇവിടുന്ന് ചെയ്ത് പോകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വളരെയധികം നല്ലൊരു സുതാര്യത, ഒരു ക്രിസ്റ്റൽ രൂപത്തിൽ നമ്മുടെ മനസ്സ് മാറുകയാണ്. പിന്നീട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു പ്രത്യേകതയിൽ, ഒരു പ്രത്യേക സതുദ്ദേശത്തോടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അത് വിജയത്തിലെത്തിക്കാനാണ് നമുക്ക് ആത്മവിശ്വാസം തരാറുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്നും ആ നിത്യ അങ്ങനെ ആശ്വാസം നമുക്ക് ദിവസവും നൽകുന്ന ഈ
നമ്മുടെ യോഗാചാര്യനായ നമ്മുടെ ജിനീഷ് സാറിനെ ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ യോഗയിലൂടെ നമ്മുടെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും എല്ലാം വിജയിക്കാൻ സാധിച്ച നമ്മുടെ പ്രിയപ്പെട്ട അജിത് സാറെ നമ്മളെല്ലാവരും ഈ വേദിയുടെ പേരിലും ഈ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു. അതേപോലെ തന്നെ സുരേന്ദ്രേട്ടൻ ഇത്ര പ്രായം ചെന്നിട്ടാണെങ്കിലും യോഗ നിത്യവും അഭ്യസിക്കുന്നുകൊണ്ട് അദ്ദേഹം എപ്പോഴും ഒരു ചെറുപ്പക്കാരനായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അദ്ദേഹത്തെയും ഈ പരിപാടികളിൽ പ്രത്യേകം ആശംസിക്കുന്നു. അതേപോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഗോവയിലൊക്കെ പോയി നമ്മുടെ അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും എല്ലാം ദേശീയ തലത്തിൽ നല്ല ചാമ്പ്യൻഷിപ്പ് എല്ലാം നേടിയ നമ്മുടെ ഷഹല ഫാത്തിമയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ആശംസിക്കുന്നു. അതിനെല്ലാം ഉപരി നമ്മുടെ യോഗ എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് ഉത്ഭവം എന്നെങ്കിലും ഭൂരിപക്ഷവും മാക്സിമം ആളുകളും ചെയ്യുന്നത് വിദേശികളാണ്. നമ്മൾ പ്രധാനമായിട്ടും ശവാസനത്തിൽ മാത്രം ഒതുങ്ങി നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. കാരണം ഉറങ്ങുക എന്നുള്ള ഉറക്കത്തിൽ ഒരു എക്സ്ക്യൂസ് ആരും കാണുന്നില്ല. അതെല്ലാം മാറി നമ്മുടെ ഈ യോഗ എന്നുള്ള ദർശനം നമ്മളെ ഇന്ത്യ ഉത്പാദിപ്പിച്ചതാണെങ്കിലും ഇന്ത്യക്കാർ വളരെ കുറച്ചായി ചെയ്യുകയും വിദേശികൾ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഡോക്ടർ തന്നെ ഇവിടെ എത്തിച്ചേർന്നത് നമ്മുടെ ഈ ശാന്തി യോഗയിലേക്ക്. ഈ ശാന്തി യോഗ തിരുവനന്തപുരം മാത്രമല്ല കോഴിക്കോടും അതേപോലെ തന്നെ കേരളത്തിൽ പല ഭാഗങ്ങളും അന്തർദേശീയ തലത്തിൽ അത് ഓൺലൈനിലെല്ലാം വളരെ വ്യാപകമായി പ്രചരിക്കുന്ന അല്ലെങ്കിൽ പ്രസരിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറുകയാണ്. അതേപോലെ തന്നെ വേദിയിലിരിക്കുന്ന ഷംസുക്ക, അതേപോലെ തന്നെ മജീദ് സാറ്, അതേപോലെ തന്നെ മറ്റ് സാറ്, എല്ലാവർക്കും ഒരു നല്ല ആശംസകൾ നേരുന്നു. അതേപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. തുടർന്നും നിങ്ങളെല്ലാം ഈ യോഗ ശാന്തി യോഗ സെന്ററുമായിട്ട് എന്നും സംവദിക്കണം, അതേപോലെ തന്നെ സന്ദർശിക്കാനും നിങ്ങൾക്ക് സന്ദർഭങ്ങൾ ലഭിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ ഈ മാഷി ടീച്ചറെ ശരിക്കും എന്താ വെച്ചാല് മാഷിക്ക് എന്തെങ്കിലും ഒരു അപാകത വരുമ്പോൾ ടീച്ചർ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നത് കറക്റ്റായിട്ട്. എന്താ വെച്ചാല് അത് വായിക്കണം എന്നുള്ള മൂപ്പത്തേക്ക് പ്രത്യേക ആകാംക്ഷ കാലാണ് ശരിക്കും. അതൊരു പ്രത്യേക കോമ്പിനേഷനാണ് ശരിക്കും. ആ കോമ്പിനേഷൻ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. പെട്ടെന്ന് മാഷിന്റെ കണ്ണുകൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് ശരിക്കും. എല്ലാവരും ശ്രദ്ധിക്കില്ല. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചാണ് ഓൾറെഡി. അപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ. ആ കോമ്പിനേഷൻ ആണ് ഇവിടെ വിജയം വർക്കുണ്ടാവും. ഞങ്ങൾക്ക് എല്ലാം ഊർജവും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും മജീദ് സാറിനെ അതിനെ സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ജിനീഷ് സാർ, വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, എനിക്ക് നിങ്ങളെല്ലാം ആദ്യമായിട്ട് പറയാനുള്ളത്, ഞാൻ 3 വർഷമായി ഈ യോഗയിൽ വന്ന് ചേർന്നിട്ട് ദിവസവും സുഹൃത്ത് പറയാനുള്ള എൻ്റെ മോൻ്റെ പ്രായമുള്ളൂ. സംശയം അവിടുന്ന് ക്രൗഡിൽ നിന്ന് എല്ലാവരോടും പങ്കെടുക്കും. മജീദിനെ കണ്ട് പഠിക്കണം, മജീദിനെ കണ്ട് പഠിക്കണം. എന്നാൽ നമ്മളാ ബാച്ചിൽ ഏറ്റവും സീനിയർ ഞാനാണ്. ഇവരെല്ലാവർക്കായിട്ട് ഞാൻ കളിക്കുകയും ചെയ്യും. അപ്പം എനിക്കുള്ളൊരു 3 കൊല്ലം മുമ്പ് കിട്ടിയിട്ടുള്ളൊരു അനുഭവമാണ്. ഞാൻ വളരെ ഇന്നലെ നമ്മൾ സന്ദീപിനെ കുറേ എക്സസൈസ് ചെയ്യിപ്പിച്ചു ഞാൻ ക്രൗഡിൽ നിന്ന്. ഇങ്ങനെ ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഈ പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളതും വളരെ വളരെ ഇതായിട്ട്, അത് ഞാനൊന്ന് ചെറുതാകുന്ന സമയത്ത് ഇങ്ങനെ സംഭവമില്ല. പറഞ്ഞ പോലെ നമ്മളുടെ കാലത്ത് ചെറുതാകുമ്പോൾ ഫുട്ബോളായിരുന്നു. അപ്പോൾ ഞാൻ നല്ല ഫുട്ബോൾ പ്ലെയറായിരുന്നു. ബാക്കിയുള്ള പിന്നെ കളരി ഉണ്ടായിരുന്നു. ഈ യോഗയൊക്കെ പിന്നീട് കുറേ കഴിഞ്ഞിട്ട് യോഗ ക്രിക്കറ്റൊക്കെ അവിടെ കേരളത്തിലൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ എല്ലാ സ്ഥലത്തും പ്രത്യേകിച്ച് നമ്മളെ മാസ്റ്റർ എല്ലാ രീതിയിലും നമ്മളെല്ലാവരും ഏജ് നോക്കാതെ പഠിപ്പിക്കുന്നുണ്ട്. അതിലുപരി ഇപ്പം എനിക്ക് കുറച്ച് ദിവസം കൂടി നല്ല സന്തോഷമുണ്ട്. ഒരു ഫോറിനർ കൂടെ അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. വൈകുന്നേരത്തെ ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്മേറ്റാണ് ഇരിക്കുന്നത്. വൈകുന്നേരത്തെ ക്ലാസ്സിൽ 2 ദിവസം മുമ്പ് മാസ്റ്റർ ഒന്ന് മാറി കൊടുത്തിട്ട് അവരെ കൊണ്ട് ക്ലാസ് പഠിപ്പിച്ച് ഭയങ്കര ക്ലാസ് ആയിരുന്നു. അതുകൊണ്ട് പറയില്ലേ, കണ്ടിട്ടെങ്ങനെ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. കുട്ടികളുണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ പറഞ്ഞയക്കണം. ഇതുമായിട്ട് നല്ല രീതിയിൽ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം. മനസ്സിന് നല്ല സമാധാനമാണ്. എൻ്റെ മകനിപ്പോൾ ഇവരോടൊക്കെ തന്നെ പറയും, ഇപ്പം വീട്ടിൽ വളരെ ക്ഷമയുണ്ട്. ഇപ്പോൾ മറ്റു ഭയങ്കര ചൂടായിരുന്നു. മീൻ പൊരിച്ചില്ലെങ്കിൽ അച്ചാറുണ്ടാക്കും, അതില്ലെങ്കിൽ കിട്ടിയതിൽ എനിക്ക് പോകുന്നത്.
അതുകൊണ്ട് എല്ലാവരും എൻ്റെ ഒരു ഉപദേശമാണ്, എല്ലാവരും യോഗ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. മാസ്റ്റർ പറഞ്ഞതുപോലെ വളരെ നല്ലതാണ്, വളരെ നല്ലത്, വളരെ നല്ലതാണ്, പറയാതിരിക്കാൻ പറ്റും. ഞാനിവിടെ വരുന്ന എനിക്ക് മുട്ടുവേദന, ഞാനൊരു സോടുമ്പോൾ തിന്നുമില്ല. മുട്ടുവേദന മാറുന്നേയില്ല. യോഗ സ്പോർട്സ് കോട്ടയിൽ സ്പോർട്സ് മെഡിസിനിലൊക്കെ പോയിട്ട് ഒരു കുറവില്ല. പിന്നെ ഒരു ഫ്രണ്ട് പറഞ്ഞ് യോഗയെ പോയാൽ മതി പറഞ്ഞു. എനിക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് താഴ്ത്തിരിക്കാൻ കഴിയില്ല. നമ്മൾ നമസ്കരിക്കുമ്പോഴേ ചേർന്ന് ഇങ്ങനെ നമസ്കരിച്ചു. ഇപ്പം ഞാൻ സുഖമായി 2 കാലം ഉണ്ടാക്കിയിട്ട് ഇരിക്കും. വളരെ ബഹുമാനം തോന്നാനും അത് അമ്മ തന്നെ പറഞ്ഞാൽ ശരിയാക്കിയിട്ട് എന്ന് പറഞ്ഞു. അപ്പം ശരിയായിട്ടുണ്ട്. അതുകൊണ്ട് മാസ്റ്റർ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. മാസ്റ്റർ ദീർഘായുസ് വയ്ക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നമ്മുടെ മുഖ്യാതിഥി, വേദിയിലിരിക്കുന്ന മറ്റു വ്യക്തികൾ, സദസ്യരെ, എനിക്ക് തോന്നുന്നു നമ്മൾ പറയുന്ന നമ്മുടെ മുഖ്യാതിഥിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. She is from the UK, but I think I can give you one guarantee that you will learn Malayalam also when you go from here, along with yoga. കാരണം നമ്മൾ മലയാളികൾക്കുള്ള ഒരു അഹങ്കാരമാണ് പഠിപ്പിക്കില്ല. തമിഴന്മാരിവിടെ വന്ന് ജോലി ചെയ്ത് അവർ മലയാളം പഠിച്ചു പോയി. ഹിന്ദിക്കാരിവിടെ വന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, മലയാളം പഠിച്ചു പോയി. നമ്മളിപ്പോഴും ഒന്നും പഠിച്ചിട്ടില്ല. അതുപോലെ നമ്മുടെ മാഡം, she is here, she will learn yoga and also Malayalam. കാരണം നമ്മൾ മലയാളവും പഠിപ്പിച്ചു. അപ്പൊ അങ്ങനെ ഒരു യോഗ കൂടി യോഗയിലൂടെ നമ്മുടെ മുഖ്യാതിഥിക്ക് ഉണ്ടാവട്ടെ. നമ്മുടെ സജി സാർ പറഞ്ഞ യോഗ ശരിയാണ്. ഞാനിവിടെ ഒരാഴ്ചയായിട്ടുള്ളൂ വരാൻ തുടങ്ങിയിട്ട്. പണ്ട് ചെയ്തിരുന്നു, പിന്നീട് കുറെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഞാൻ കോലഞ്ചേരി ഗവൺമെന്റ് കോളേജിലായിരുന്നു. രാവിലെ പോവും, വൈകുന്നേരം വരുമ്പോൾ ലേറ്റ് ആവും. പിന്നെ അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ ആർട്സ് കോളേജിൽ വന്നപ്പോൾ അതിൻ്റെ കുറെ തിരക്കിലായി. റിട്ടയർ ചെയ്തതിന് ശേഷം മുതൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ആണ് പഴയ യോഗ ഒന്ന് പൊടി തട്ടിയെടുത്താലോ എന്ന് തോന്നിയിട്ട് ഞാനും വൈഫും കൂടിയാണ് ഇവിടെ വന്നത്. ഞങ്ങൾ ഒരാഴ്ചയായി. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് ക്രിയയായിരുന്നു? ഈ പല പത്മാസനം മറ്റും 2 ആസനം. ഒന്ന് റിലാക്സ്, അത് എൻ്റെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ലാസ്റ്റ് ആ സാറ് പറഞ്ഞപ്പോൾ ശവാസനം, ബാക്കിയൊക്കെ കുറച്ച് മെനക്കെട്ടതാണ്. പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ ഭാര്യ ഒരു മലയാളിയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. അത് പഠിച്ച് വന്നു ശരിയാവും. പക്ഷെ അവിടെ എന്നെ തിരുത്തും എടുത്ത് എന്നോട് നീ കാലം അങ്ങനെ വെച്ചാൽ ശരിയായില്ല, കൈകിനെടുത്ത് ശരിയായില്ല. അപ്പം ഞാൻ ആലോചിക്കും സ്വന്തം കാര്യങ്ങളൊക്കെ. അതാണ് അവസ്ഥ. അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ യോഗയെക്കുറിച്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് ഈ ഡെഫിനേഷനായിട്ട് പലതും സൈറ്റിൽ നിന്ന് കിട്ടി. ബ്രീത്തിങ് ആണ്, ഒരു ലൈഫ് സ്റ്റൈലാണ്, അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു പോയ 3 കാര്യങ്ങൾ യോജിപ്പിക്കുന്നു എന്നുള്ളതാണ്. യോഗ എന്നുള്ള ശരിക്കൊരു ചെടിയുടെ പേര് യൂത്ത് നിങ്ങളെന്തോ എന്ന ഒരു പേരിൻ്റെ വെർബൽ ഫോമാണ് യോഗ. ഒരു രീതി, 3 കാര്യങ്ങൾ: ബോഡി, മൈൻഡ് ആൻഡ് അവർ സോൾ. 3 കാര്യങ്ങൾ. നമ്മുടെ ശരീരം, ഹെൽത്തി മൈൻഡ് ക്യാൻ ഹാവ് ഹെൽത്തി ബോഡി, ക്യാൻ ഹാവ് ഹെൽത്തി മൈൻഡ്. ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സ്. ആരോഗ്യമുള്ള മനസ്സിനാണ് നല്ല സമൂഹത്തെ സൃഷ്ടിക്കാൻ പറ്റും. അപ്പം ഞാനൊക്കെ ഇവരുടെ ഈ പ്രായത്തിൽ, ഇതിനേക്കാളും ചെറിയ കുട്ടികളായിരുന്നപ്പോഴൊന്നും ഇങ്ങനെ യോഗ അങ്ങനെയൊന്നും സ്കൂളിലോ എവിടെയും പഠിപ്പിച്ചു വെച്ചാൽ അന്ന് കുറച്ച് കളരിപ്പയറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളല്ലാണ്ട് ഒരു കോഴ്സായിട്ടോ, കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണ് ഒരു കോഴ്സായിട്ട് അത് വരികയും നമ്മുടെ ഷെഹ്ലാദിൻ്റെ ഒരു കോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ യോഗയൊക്കെ ഒരു പഠന ഭാഗമായിട്ട് മാറി. പഠനഭാഗമായിട്ട് മാറുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം അത് ജീവിതത്തിന് ആവശ്യമാണ് എന്ന് വരുമ്പോഴാണ് അതൊരു കോഴ്സായിട്ട് മാറുന്നത്. അപ്പം അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ, നല്ല മനസ്സോടുകൂടി നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും യുണൈറ്റഡ് ആണ്, യോജിക്കണം. കൂടെ നമ്മുടെ സോൾ, നമ്മുടെ ആത്മാവും കൂടി ചേരുമ്പോൾ ഇത് 3നെയും കൂടി ഒന്നിച്ച് യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു ജീവിത രീതിയായിട്ടാണ് ഞാൻ
ഞാൻ മനസ്സിലാക്കിയത് യോഗയെ. അതിൻ്റെ ഒരു ഭാഗമാണ് ബ്രീതിങ് എക്സസൈസ്. അപ്പോൾ അതെല്ലാം ചെയ്തു വരുന്ന സമയം നമ്മളെ ഭക്ഷണം കഴിക്കുന്ന പോലെ, ഉറങ്ങുന്ന പോലെ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ഒരു കാര്യമാണ് യോഗ. അപ്പോൾ അത് ശരിക്കും എല്ലാവരും ഇത് അവരവർ കഴിയുന്ന രീതിയിൽ പരിശീലിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് പ്രായം നോക്കണ്ട, അവർക്ക് കഴിയുന്ന രീതിയിൽ. അപ്പോൾ ആ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു സമൂഹത്തെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. ഒപ്പം അടുത്ത ജനറേഷന് അതും കൂടി കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്നേഹവും ആ വാത്സല്യവും ഈ മനസ്സിനെയും ശരീരത്തിനൊക്കെ യോജിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പം കേട്ടില്ലേ, ഒരു നഴ്സിംഗ്, നമ്മുടെ ആള് നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്, നഴ്സിംഗ് സ്റ്റുഡൻറ് റാഗിങ്ങിൽ അനുഭവിച്ചൊരു കാര്യം നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ. ആ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റും യോഗയ്ക്ക്, എൻ്റെ ഒരു വിശ്വാസമാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ട് പഠിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്ന ഞാൻ ഫിസിക്സ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഫിസിക്സ് ഞാൻ എപ്പോഴും ജീവിതത്തെ ചേർത്തിട്ടാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് കുറെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് ചോദിക്കും. പക്ഷെ എനിക്കിപ്പോൾ ഒരു നഷ്ടപ്പെടുന്നില്ല. അന്നത്തെ യോഗ ഞാൻ തുടർന്നെങ്കിൽ കുറച്ച് യോഗയും കൂടി ചേർത്തിട്ട് എനിക്ക് ഫിസിക്സ് പഠിപ്പിക്കാമായിരുന്നു. അതെനിക്ക് പറ്റില്ല. ഇനി എനിക്കത് പറ്റുമല്ലോ, അങ്ങനത്തെ ഒരവസ്ഥയാണ്. പക്ഷെ അടുത്ത തലമുറ അത് പഠിക്കണം. അപ്പോൾ നമുക്ക് ഈ ശത്രുതയും നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കാനും ഒക്കെ പറ്റും. എനിക്കൊരു സുഹൃത്ത് ഉണ്ടായിരുന്നു, അയാളെന്നോട് വളരെ അഹങ്കാരത്തിൽ, നല്ല ശരിക്കും എന്നിട്ടാണെങ്കിൽ നാളെ ചാടി കയറും, എന്നെക്കാൾ മുമ്പ് റിട്ടയർ ചെയ്തതാണ്. ഞാൻ ഒരു ദിവസം 10, 15, 20 സൂര്യ നമസ്കാരം ചെയ്യും. അറിയാം മാഷിനെ കുറിച്ച്. എനിക്ക് ഒന്നുപോലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ല മനസ്സിലായി. പക്ഷെ ഒരാളെ കണ്ട പച്ച ചീത്തയെ പറയുന്നു, അയൽക്കാരൊക്കെ ആയിട്ട് ഭയങ്കര വഴക്ക്. പിന്നെ എന്ത് കാര്യം? അദ്ദേഹം പഠിച്ചിരിക്കുന്ന ആ യോഗയുടെ പൂർണ്ണമായ യൂണിറ്റി അവിടെ വന്നിട്ടില്ല. അതുകൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല വ്യക്തിത്വങ്ങളാണ്. അപ്പം ആ രീതിയിലായി മാറണം. ഇവരെല്ലാവരും, ഇവിടെ ഉള്ളവരും, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥികളും ഒക്കെ അങ്ങനെ മാറുകയും അതുപോലെ അടുത്ത തലമുറയെ വളർത്തിയെടുക്കാൻ അവർക്ക് സാധിക്കണം എന്നൊരു ആശംസയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി. ജിനീഷ് സാർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന ശാന്തി യോഗ കുടുംബാംഗങ്ങളെ, ഈ ചടങ്ങിന് ചുക്കാൻ പിടിച്ച ശാന്തി യോഗയുടെ എൻ്റെ ഗുരുക്കന്മാരുടെ പാദങ്ങളിൽ ആദ്യമായി അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിക്കട്ടെ. നാഷണൽ ലെവൽ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡലും മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം ലഭിച്ച സാറിനും, മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനവും ലഭിച്ച സുരേഷ് സാറിനും, അതുപോലെ 49ാമത്തെ നാഷണൽ യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ ലഭിച്ച കുമാരി സഹല, ഫാത്തിമ സഹലയ്ക്കും ദർശനം ശാന്തി യോഗ ഫാമിലിയിലെ ഓരോ മെമ്പർമാരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനങ്ങളുടെ പൂച്ചെടുക്കട്ടെ. ഈ ചടങ്ങിനെ ഇവിടെ ലഭിച്ച വിജയങ്ങൾക്ക് ഉപരി ഭാവിയിൽ ഇവർക്ക് ഉയർച്ചയുടെ ഉത്തുംഗ ശൃംഖലകളിൽ എത്തിപ്പിടിക്കാൻ സർവേശ്വരൻ ഇവരുടെ കഴിവുകൾക്ക് കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ നമസ്കാരം. ഞാൻ ഔപചാരികമായ ഒരു പ്രഭാഷണത്തിന് മുതിരുന്നില്ല. നമ്മളെല്ലാവരും ഒരു ഫാമിലിയിലെ അംഗങ്ങളാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലത്തുണ്ടാവുന്ന എല്ലാവരും, ഞാനടക്കമുള്ള പുതുതലമുറയും എല്ലാവരും നേരിടുന്ന ഒരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും ഒക്കെ നിയന്ത്രണ വിധേയമാക്കാൻ നമ്മുടെ നിത്യേനയുള്ള യോഗ പരിശീലനം കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എൻ്റെ ജീവിതത്തിലെടുത്ത കുറച്ച് നല്ല തീരുമാനങ്ങളിൽ ഒന്നാണ് ഈ യോഗ പരിശീലനത്തിന് വന്ന് ചേർന്നത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം യോഗയെ പറ്റി കൂടുതൽ പറയാൻ ഞാൻ ആളല്ല, കാരണം ഞാൻ ഇതിന് വന്നു ചേർന്നിട്ട് 2 മാസത്തോളം ആവുന്നേ ഉള്ളൂ. പക്ഷേ ഈ കുറഞ്ഞ കാലയളവിൽ എൻ്റെ ശരീരത്തിനും മനസ്സിനും വന്ന മാറ്റങ്ങൾ ഞാൻ നമ്മുടെ ഗുരുവായിട്ടുള്ള ജിനീഷ് സാറുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
പിന്നെ പ്രത്യേകം സാറെ അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം ഒരു യോഗ പരിശീലന കേന്ദ്രം ആയിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അഭിനന്ദാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എൻ്റെ പ്രഭാഷണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടിക്ക് നന്ദി അർപ്പിക്കുക എന്നാണ് എന്നിൽ അർപ്പിക്കപ്പെട്ട കർത്തവ്യം. ഞാൻ അതിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിലെ മുഖ്യ അതിഥി ഡോക്ടർ ക്ലോയി മാമിന് ഞാൻ എൻ്റെ നന്ദി അർപ്പിക്കുകയാണ്. താങ്ക് യു മാം ഫോർ യുവർ പ്രഷ്യസ് ടൈം. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച നമ്മുടെ ഇവരുടെയും പ്രിയങ്കരനായ ഗുരു ജിനീഷ് സാറിന് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ച് സംസാരിച്ച ശ്രീ സജീവ് കുമാർ, ശ്രീ ഷംസുദ്ദീൻ, ശ്രീ രാജശേഖരൻ, മജീദ് ഖാൻ, അഹല്യമാൻ എന്നിവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ സ്വാഗതം പറഞ്ഞ ശ്രേയാലക്ഷ്മി, പിന്നെ നമ്മുടെ ഈ പരിപാടി ഇത്രയും വലിയ വിജയമാക്കിയ കൃത്യസമയത്തിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പിന്നെ ഈ പരിപാടിയുടെ സ്പോൺസറിനോടും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ പ്രധാന അനുമോദനത്തിന് അർഹരായ ശ്രീ അജിത് കുമാർ, ശ്രീ ടി കെ സുരേന്ദ്രൻ, ഫാത്തിമത്ത് ഷഹല എന്നിവർക്കും ഈ എൻ്റെ പേരിലും ഈ ശാന്തിയോഗയുടെ പേരിലും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. La vida Shabba-dabba-dabba-jambo lambo Shabba-di-nu-ma-na-tu-lampo-lampo Scappi-che-da-nu-du-banco-banco Di-nu-ma-na-sa-re-nu-du-gango-gango Gatti-tutti-yor-canto-canto Galli-panu-nu-du-dia-bango-bango Kuni-che-da-tava-raka-manam Nadu-ma-chi-mecha-mecha-bango-bango Kadali-la-gana-la-talam Malagi-la-gana-waitalam Chini-ura-yana-di-du-kalam Korri-bananya-tu-talakalam അടിച്ചവരെ 32 പല്ലും കണ്ടുകൊണ്ട് കായി കാക്കും.
തുടർച്ചയായി ഉപയോഗിച്ചതിന് ശേഷം അവർ ഒരു സമയത്ത് ഉപേക്ഷിച്ച ആഹാര പദാർത്ഥങ്ങൾ വീണ്ടും കഴിക്കാൻ സാധിക്കുന്നു. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? 2 ബോണ്ട, ഒരു സവാള, ഒരു സുഖിയൻ. നല്ല ക്ലാപ്പ് കൊടുക്കുന്നു. വിജയിച്ചു പറയാം. നല്ലൊരു കൈയ്യടി കൊടുക്കുക. നല്ലൊരു കൈ.
അഴകേ ആഴിക്കണ്ണാനെ തഴുകും അമ്പിളിക്കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ പാടിരിക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ മഴവിൽ ചന്തമേ എന്നുമെൻ സ്വന്തമേ കിളിയേ തത്തക്കിളിയേ കൊഞ്ചി പറന്ന് കൂട്ടിലെത്തൂലേ നിറയെ ചിന്നിച്ചിതറും കൊതിയാ കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിലൊളിക്കും നാളമെന്താണ് പുലരെ മുട്ടിപ്പുണർന്ന നലിയാ തങ്കമേ 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 തന്നാനന്നാനേ മായം കാട്ടി മയക്കിടല്ലേ മനത്തൂടെ നടത്തിടല്ലേ കാതിൽ നിന്ന് ചൊന്നതെല്ലാം നീരാണോ നിന്നെ മാത്രം ഓർത്തിരുന്ന് കനവുകൾ കോർത്തെടുത്ത് കുടമൊരു കാത്തിരിക്കും നാടൻ പെണ്ണാണ് അഴകിയ ചങ്കുലയ്ക്കണ ചോദ്യമിതെന്റെ തീയരിക്കണൊരതിയുമെന്റെ നമ്മൾ രണ്ടും രണ്ടായെന്നാൽ ലോകം തീരില്ലേ ചിയോതി കാവിലെത്തി ചിയോതി കാവിലെത്തി വിളക്കു കൊളുത്തി നാടറിഞ്ഞൊരു താലിയും കെട്ടി കയ്യിൽ കയ്യും കോർത്തും കൊണ്ടേ കൂടെ കൂട്ടും ഞാൻ മഴവിൽ ചന്തമേ നീയൻ സ്വന്തമേ തന്താനേ തന്താനേ തന്താനന്നാനേ പൂവേ പൂവേ താളം പൂവേ നെഞ്ചിൻ നാളം നീ വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ അഴകേ ആഴിക്കണ്ണാലെ കഴുകും അമ്പിളിക്കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ മഴവിൽ ചന്തമേ എന്നുമെൻ സ്വന്തമേ കിളിയേ തത്തക്കിളിയേ കൊഞ്ചി പറന്നെൻ കൂട്ടിലെത്തൂലേ നിറയെ ചിന്നിച്ചിതറും കൊതിയാൻ കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിലൊളിക്കും നാണമെന്താണ് പുലരെ മുട്ടിപ്പുണർന്ന നലിയാ താങ്ക് യു महका कर
जवानी जी करता है मोर की बाहों में पायलियां पहना दो कुहू कुहू गाती कोयलिया को फूलों का चहना दो यही कर अपना बनाने को पंछी करे देखे तिनकी जमाने उस पर रूप तेरा सादा चंद्रमा जो आधा आधा जवानी വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണീ ജീവിതവേഷം കണ്ണീരിന്നൊരു വേഷം സന്തോഷം പുതുവേഷം നിഴനാടകമാടുകയല്ലോ ജീവിതമാകെ വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണീ ജീവിതവേഷം ആകാശം കരയുമ്പോൾ ആഷാഢം മറയുമ്പോൾ വസന്തങ്ങളെ ചിരിക്കുന്നുവോ ആരോടും പറയാതെ ആരോരും അറിയാതെ മണൽക്കാടുകൾ താണ്ടുന്നുവോ ഇനിയാണോ പൗർണമി ഇനിയാണോ പാർവണം രാവിരുളും കാട്ടിൽ രാമഴയുടെ നാട്ടിൽ ആരാണിനി അഭയം നീ പറയൂ നാം അറിയാതുണരുകയാണോ മായികയാമം വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണീ ജീവിതവേഷം
തേങ്ങുന്നുവോ നീ തേങ്ങുന്നുവോ എവിടെ പോയി നന്മകൾ എവിടെ പോയി ഉണ്മകൾ എന്താണിനി വേഷം ഏതാണീ രംഗം ആരാണിനി അഭയം പെരുവഴിയിൽ നിഴൽ നാടകമുഴറുകയാണോ ജീവിതമാകെ വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണീ ജീവിത വേഷം കണ്ണീരിനൊരു വേഷം സന്തോഷം പുതുവേഷം നിഴൽ നാടകമാടുകയല്ലോ ജീവിതമാകെ വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണീ ജീവിത വേഷം നാം അറിയാതാടുകയാണീ